കമൻ്റായിട്ട് വന്ന ഒരു ഡൗട്ടായിരുന്നു, സാർ പ്രിപ്പറേഷനിടയിൽ വരുന്ന ഡീമോട്ടിവേഷൻസ്, ഹെൽത്ത് ഇഷ്യൂസ്, ഹാർഡ്ഷിപ്പ് ഇതിനെയൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യണം? സാറിന് ടൈമുള്ളപ്പോൾ വീഡിയോ ചെയ്യണം, ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് സപ്പോർട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് പല ലെവലിലായിരിക്കും നിങ്ങൾ പഠിച്ച് വന്നിട്ടുള്ളത് സ്കൂൾ ടൈമിലും ഒക്കെ. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ ഇപ്പോൾ SSC RRB എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ നോർത്ത് ഇന്ത്യൻസിൻ്റെ കയ്യിൽ നിന്ന് നല്ല കോമ്പറ്റീഷനുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ എന്തുണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതൊരു ലോങ് ജേണിയാണ്. നമുക്കറിയാം, ഒരു 6 മാസം കൊണ്ടോ 8 മാസം കൊണ്ടോ ചെയ്യണമെന്നില്ല. ഒരു വർഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 2 വർഷമൊക്കെ എടുക്കുന്ന, 3 വർഷം കൂടുതൽ പഠിക്കുന്ന, 4 വർഷത്തിൽ കൂടുതൽ പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ അർത്ഥം വളരെ കുറച്ച് പേർക്കേ കുറഞ്ഞ സമയം കൊണ്ട് ജോലി കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഡീമോട്ടിവേഷൻ ഉണ്ടാകും. അത് മസ്റ്റായിട്ട് ഉണ്ടാവണം. മനുഷ്യരാണെങ്കിൽ ഡീമോട്ടിവേഷൻ ഉണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, ഹാർഡ്ഷിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ എളുപ്പമാണ്. പറയുന്ന സമയത്ത് മോട്ടിവേഷൻ എപ്പോഴും ഉണ്ടാവണം, നിങ്ങളുടെ ഉള്ളിൽ തന്നെ മോട്ടിവേഷൻ ഉണ്ടാവണം. ഇപ്പോൾ ഞാനൊരു സ്ട്രാറ്റജി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മൾക്കുണ്ടാകുന്ന ഈ ഒരു ഡീമോട്ടിവേഷൻ ഉണ്ടല്ലോ, ചില ഡീമോട്ടിവേഷനെ നമ്മൾ അത് ചിലപ്പോൾ നമ്മുടെ 1-2 ദിവസം എടുത്തുനിന്ന് ഇരിക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച എടുത്തുനിന്ന് ഇരിക്കാം. പക്ഷേ നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണ് കൺസിസ്റ്റൻസി നിങ്ങൾ കീപ്പ് ചെയ്യുക. മാക്സിമം കൺസിസ്റ്റൻ്റ് ആവാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഒരു മാഗ്ന മെൻറ്റർ എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു മെൻറ്ററായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും. അപ്പോൾ അതിൽ ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്യുന്നു, ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഓരോ ദിവസവും ചെയ്യേണ്ട ടാസ്കുകൾ തരുന്നു. ആ ടാസ്കുകൾ നിങ്ങൾ ചെയ്യുക. അതുപോലെ ക്ലാസ്സുകൾ, ഇപ്പോൾ മാത്സിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും പേടി സ്വപ്നമാണ് മാത്സ് ക്വസ്റ്റ്യൻസ് ഫാസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷിന് എന്ത് ചെയ്യണം, GK എന്ത് ചെയ്യണം, റീസണിങ് എന്ത് ചെയ്യണം, അതിന് കറക്റ്റായിട്ടൊരു മെൻറ്റർഷിപ്പും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാനുള്ള ടാസ്കുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം ആലോചിക്കുക, നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് മുന്നിൽ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടാവും. അതുപോലെ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിറകിലോട്ടാവും എന്നുള്ളൊരു കാര്യം വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അസുഖം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബത്തുണ്ടായി, അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല, അപ്പോഴും നിങ്ങളുടെ മുന്നിൽ എന്തുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇത് ചെയ്താൽ എനിക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാൻ ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഓക്കെ ആയി വരുമ്പോൾ ശ്രമിക്കുക. അതേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വേറെ മാജിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും പഠിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചോദിച്ച് ഒരു മെൻറ്ററെ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മാജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ.